പരിഹാസം രമണൻ. രമണൻ 8ാം ക്ലാസ് വിദ്യാർത്ഥിയാണ്. അവനെ ആർക്കും ഇഷ്ടമല്ല. എന്തെന്നാൽ അവൻ മറ്റുള്ളവരെ പരിഹസിച്ച് അവർക്ക് ഇരട്ടപ്പേരും ഇടുമായിരുന്നു. എല്ലാ അധ്യാപികമാരുടെയും ചീത്തപ്പേര് സമ്പാദിച്ചതിന് കാരണം തന്നെ രമണന്റെ ഈ കളിയാക്കുന്ന സ്വഭാവമായിരുന്നു. ഇതിന്റെ പ്രധാന കാരണം മാതാപിതാക്കളുടെ അളവിൽ കവിഞ്ഞ സമ്പത്തായിരുന്നു. അവൻ ചോദിക്കുന്നതെല്ലാം മാതാപിതാക്കൾ വാങ്ങിക്കൊടുക്കും. അങ്ങനെ കഷ്ടപ്പാട് എന്തെന്നറിയാതെയാണ് അവൻ വളർന്നത്. അതുകൊണ്ട് മറ്റുള്ളവരുടെ കഷ്ടപ്പാടുകളെപ്പറ്റി അവന് മനസ്സിലാക്കാൻ സാധിക്കാതെ പോയി. അന്ന് ഒരാൾ തലയിലൊരു കുടുമി വെച്ചുകൊണ്ട് നടന്നു വരികയായിരുന്നു. അയാളെ നോക്കി എന്ന് ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞ് അവൻ ചിരിക്കാൻ തുടങ്ങി. അയാൾ പെട്ടെന്ന് തിരിഞ്ഞ് അവന്റെ അടുക്കലേക്ക് വരാൻ തുടങ്ങിയപ്പോൾ അവന്റെ മനസ്സിലൊരു പേടി തോന്നി. ഉടനെ അവൻ ഓടാൻ തുടങ്ങി. ഒരു വളവിൽ വെച്ച് എതിരിൽ വന്ന സൈക്കിളിൽ ചെന്നിടിച്ച് അവൻ താഴെ വീണു. അയ്യോ! കണ്ണു തുറന്നു നോക്കിയപ്പോൾ വലതുകാലിൽ ഒരു വലിയ കെട്ടിട്ട് ആശുപത്രിയിൽ കിടക്കുകയാണ് താൻ എന്നറിഞ്ഞു. അടുത്തു നിന്നിരുന്ന അമ്മയെ നോക്കി. അമ്മ മെല്ലെ പുഞ്ചിരിച്ചുകൊണ്ട്, ഒന്നും പറ്റില്ലടാ മോനെ, സൈക്കിളിൽ ശക്തമായി ചെന്ന് ഇടിച്ചതുകൊണ്ട് കാലിന് മാത്രം വലിയ പരുക്ക് പറ്റിയിട്ടുണ്ട്. പഴയതുപോലെ നടക്കാൻ ഇനി 1 മാസമാകുമെന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ട്. മരുന്നുകളൊക്കെ കുറിച്ചു തന്നിട്ടുണ്ട്. എല്ലാം ശരിയാകും മോനെ, നീ വിഷമിക്കരുത് കേട്ടോ എന്ന് പറഞ്ഞ് അവനെ ആശ്വസിപ്പിച്ചു. രമണന് കണ്ണുനീർ ധാരധാരയായി ഒഴുകാൻ തുടങ്ങി. അയ്യോ! അപ്പൊ എനിക്കിനി പള്ളിക്കൂടത്തിലേക്ക് പോവാൻ പറ്റില്ലേ? മുൻപത്തെ പോലെ ഓടി കളിക്കാൻ പറ്റില്ലേ? ഒരാഴ്ച കൂടെ നീ വിശ്രമം എടുത്തേ പറ്റൂ. പിന്നെ പള്ളിക്കൂടത്തിലേക്ക് പോകാം. അതോർത്ത് നീ വിഷമിക്കേണ്ട കാര്യമൊന്നും ഇല്ല മോനെ. അമ്മയുടെ വാക്കുകൾ അവനെ സാന്ത്വനിപ്പിച്ചു. ഒരാഴ്ചയ്ക്ക് ശേഷം രമണൻ പള്ളിക്കൂടത്തിലേക്ക് പോകാൻ ആരംഭിച്ചു. മുൻപത്തെ പോലെ അവന് വേഗത്തിൽ നടക്കാൻ സാധിച്ചില്ല. മുടന്തിയാണ് നടന്നുപോയത്. പെട്ടെന്ന് അടുത്തു നിന്നിരുന്ന കുറെ വിദ്യാർത്ഥികൾ പരിഹാസ സ്വരത്തിൽ ഉച്ചത്തിൽ വിളിച്ചുകൂവി. എന്ന് ഉച്ചത്തിൽ പാടി കൈതട്ടി ചിരിച്ച് ആഹ്ലാദിച്ചു. തന്നെയാണ് അവർ കളിയാക്കി ചിരിക്കുന്നതെന്ന് അറിഞ്ഞിട്ടും അവനെ കൊണ്ട് ഒന്നും ചെയ്യാൻ സാധിച്ചില്ല. മനസ്സിൽ വേദനയോടെ കണ്ണുനീരൊഴുകിക്കൊണ്ട് മുടന്തി വേദനയും സഹിച്ചുകൊണ്ട് മെല്ലെ നടന്നുകൊണ്ടിരുന്ന അവന്റെ മനസ്സിൽ താൻ മറ്റുള്ളവരെ പരിഹസിച്ച് ചിരിക്കുന്ന സമയത്ത് അവർക്കും ഇതേപോലെ മനസ്സ് വേദനിച്ച് കാണില്ലേ എന്ന ചിന്ത പെട്ടെന്ന് ഉദയമായി. അപ്പോൾ അവൻ ഒരു തീരുമാനമെടുത്തു. പിറ്റേ ദിവസം അധ്യാപകർക്കും എല്ലാ വിദ്യാർത്ഥികൾക്കും അവൻ മധുര പലഹാരങ്ങൾ നൽകി. മറ്റു വിദ്യാർത്ഥികൾ അവനെ അതിശയത്തോടെ നോക്കി. എന്താ രമണൻ, ഇന്ന് നിന്റെ പിറന്നാളാണോ? അതെ ടീച്ചർ എന്നവൻ സന്തോഷത്തോടെ പറഞ്ഞു. പുതിയ രമണന്റെ പിറന്നാൾ അന്നാണെന്ന് അവന്റെ മറുപടിയിൽ വളരെ വ്യക്തമായിരുന്നു. ഗുണപാഠം: നമ്മുടെ കളിതമാശയാൽ മറ്റുള്ളവരുടെ മനസ്സ് നോവിപ്പിക്കും വിധം പെരുമാറാൻ പാടില്ല.